നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട സംഭവം നിയമത്തിനു മുന്നിൽ, കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ കൊണ്ടുവരുന്നതിൽ സജീവമായ പങ്കുവഹിച്ച വ്യക്തിയാണ് തൃക്കാക്കര MLA കൂടിയായ ശ്രീ PT തോമസ്. ചോദ്യം ഉത്തരം പരിപാടിയിൽ ശ്രീ PT തോമസ് MLA. സ്വാഗതം ശ്രീ PT തോമസ്. ഈ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഇതേ അഭിമുഖ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് താങ്കൾ പറഞ്ഞത് ഈ അന്വേഷണം പൾസർ സുനിയിൽ അവസാനിപ്പിക്കും അല്ലെങ്കിൽ അവസാനിക്കും എന്നാണ്. അത്തരത്തിലൊരു ആശങ്ക തുടക്കം മുതൽ തന്നെ താങ്കൾക്കുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നിശബ്ദമായി അന്വേഷണം പുരോഗമിക്കുകയും ഒടുവിൽ ഒരു പ്രധാനപ്പെട്ട നടൻ തന്നെ മുഖ്യപ്രതിയായി അയാൾ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പോലീസിൻ്റെ, ആഭ്യന്തര വകുപ്പിൻ്റെ, അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ഒരു വലിയ നേട്ടമല്ലേ? ഞാൻ അങ്ങനെയല്ല അതിനെ കാണുന്നത്. ഗത്യന്തരമില്ലാതെ പോലീസ് ഇങ്ങനെ നീങ്ങി എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു സമയത്ത് അവിടെ എത്തിയ ഒരാളാണ് ഞാൻ. അവിടെ എൻ്റെ ഒരു പ്രസക്തമായ 2-3 ചോദ്യങ്ങൾക്ക് ഇതുവരെ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. ഒന്ന്, ഞാൻ ഫോൺ ചെയ്ത് പറയുമ്പോഴാണ് ഈ റേഞ്ച് IG വിജയൻ ഇവർ പറയുന്നത്. അദ്ദേഹം സ്ഥലത്തില്ല, അദ്ദേഹം മൂകാംബികയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ നിന്നാണ് അദ്ദേഹം ഈ പീഡിപ്പിക്കപ്പെട്ട നടിയോട് ഒരു 20 മിനിറ്റിലേറെ സംസാരിക്കുന്നത്. ഒന്ന്. 2, എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ദിനേശ്, അദ്ദേഹത്തെ ഞാൻ വിളിച്ചു പറയുമ്പോഴാണ് അദ്ദേഹം അറിയുന്നത്. എൻ്റെ ഒരു ചോദ്യം, ഇത്രയും വലിയൊരു സംഭവം, ആ സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് DGP IG-യെയും സിറ്റി കമ്മീഷനെ അറിയിച്ചിട്ടില്ല? അതേസമയം പോലീസ് അറിഞ്ഞില്ല എന്ന് പറയാനും പറ്റിയാൽ AC അവിടെ വന്നിട്ടുണ്ട്, തൃക്കാക്കര AC. അത് കുറേ സംശയങ്ങൾ ഉളവാക്കുന്നൊരു കാര്യമാണത്. രണ്ടാമത്തെ കാര്യം, ഒരു കോൺസ്റ്റബിൾ പോലും ഗൗരവതരമായി ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങി എന്ന് വിശ്വസിക്കുന്നതിന് മുമ്പ് പിറ്റേ ദിവസം രാവിലെ മുഖ്യമന്ത്രി പറയുന്നു, ഇതാ പ്രതിയുടെ ഭാവനാ സൃഷ്ടി മാത്രമാണ്, ഇതിൻ്റെ അകത്ത് മറ്റാരുമില്ല, ഇതിന് ഗൂഢാലോചനയില്ല. അപ്പം മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴും ഏത് പോലീസ് ഓഫീസാണ് ഇതിൽ ഗൂഢാലോചനയില്ലെന്ന് മുഖ്യമന്ത്രി അഡ്വൈസ് ചെയ്തു? അല്ല, ശ്രീ PT തോമസ്, അക്കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ മുഖ്യമന്ത്രി ഗൂഢാലോചനയില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ രക്ഷപ്പെടാതിരിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ വിശദീകരണം. അതായത് ഗൂഢാലോചനയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഢാലോചന നടത്തിയ ആളുകൾ പിന്നെ തെളിവ് നശിപ്പിക്കുന്ന അടക്കമുള്ള പ്രക്രിയയിൽ ഏർപ്പെടില്ല എന്ന് മുഖ്യമന്ത്രി വിശ്വസിച്ചിരുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത്തരത്തിലൊരു തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെന്നാണ് കോടിയേരിയുടെ വിശദീകരണം. അങ്ങനെ ഒരു തന്ത്രമല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇനി അതിനേക്കാളൊക്കെ ഉപരി ഞാനാണ് ഈ വിഷയം അടിയന്തര പ്രമേയമായി 27/2/2017 അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം എൻ്റെ നേരെ ചാടിക്കടിക്കുമായിരുന്നു. ഞാനാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്നുള്ള മട്ടിലാണ് അദ്ദേഹം എൻ്റെ നേരെ ചാടി വീണത്. അപ്പം ഞാൻ ചോദിച്ചു, എന്നോട് എന്തിനാണ് നിങ്ങൾ വെള്ളം ഉണ്ടാക്കുന്നത്? അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ? അപ്പോൾ PT തോമസ് ഇതിന് ഉത്തരവാദിയാണ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, എന്നെ നിങ്ങൾ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആളല്ലേ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തേക്കാക്ക്, ഞാൻ ഈ MLA സ്ഥാനം രാജിവെക്കാം എന്ന് വെല്ലുവിളിച്ചപ്പോഴാണ് അദ്ദേഹം ഒന്ന് ഒതുങ്ങിയത്. പിന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ കേസിന് ഇന്നൊരു വഴിത്തിരിവായതിൻ്റെ ഇതിന് പ്രധാന പ്രേരണ 2 കാര്യമാണ്. ഒന്ന്, ഈ കേസ് CBI അന്വേഷിക്കണമെന്ന ആവശ്യം അന്തരീക്ഷത്തിൽ ശക്തമായി. അതായത് ഈ പെൺകുട്ടിയുടെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ CBI ഈ കേസ് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സംസ്ഥാന പോലീസിനും സംസ്ഥാന സർക്കാരിനും കനത്ത തിരിച്ചടിയാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കേസ് തെളിയിക്കുക എന്നൊരു സമ്മർദ്ദത്തിൽ സർക്കാരാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ സ്വീകരിച്ച് ദിലീപിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. ഇതാണ് താങ്കൾ പറയുന്നത്? അതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കേസിൽ ഈ പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന ജിൻസൺ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഒരു നിർണായകമായ വഴിത്തിരിവുണ്ടാക്കിയത്. ആ സഹതടവുകാരൻ എന്നെയും ഫോൺ ചെയ്തിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ, സാർ എന്നെ സംരക്ഷിക്കുമോ എന്നൊക്കെ എന്നോട് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഫോണിൽ പോലും അറിയാത്ത ഒരാളെ ഞാനിങ്ങനെ സംരക്ഷിക്കാനാണ് എന്നിങ്ങനെ തമാശ പോകും. അപ്പോൾ ഇദ്ദേഹം പിന്നീട് എന്നോട്, അപ്പം ഞാൻ ചോദിച്ചു, ഇതാരാണ് ഇതിൻ്റെ പ്രതി, എന്താ അതെനിക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നതെന്ന് ചോദിച്ചപ്പം ഇപ്പം പറഞ്ഞു കേൾക്കുന്ന ആൾ തന്നെയാണ് എന്ന് എന്നോട് പറഞ്ഞു. എന്നോട് ഇപ്പം ആരുടെ ദിലീപിൻ്റെ ഒന്നും പേര് എന്നോട് പറഞ്ഞില്ല എന്ന് എന്നോട് പറഞ്ഞു. അത് 25-ാം തീയതിയാണ് എന്നെ വിളിക്കുന്നത്. 26-ാം തീയതി ഒരു 10 മണി കഴിഞ്ഞപ്പം ഞാൻ IG വിളിച്ച്, ഇങ്ങനെ ഒരു വിവരം ഉണ്ടായിട്ടുണ്ട്, എന്നോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന നമ്പരിൽ നിന്നാണ് എന്നെ വിളിച്ചതെന്ന് ഉൾപ്പെടെ ഞാൻ അറിയിക്കുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ CBI എൻക്വയറി വന്നാൽ ആദ്യത്തെ ചോദ്യം, ഈ കേസിൽ ഗൂഢാലോചന ഇല്ലെന്ന് പറയാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ച് ചേതോവികാരം എന്ത് എന്നൊരു ഉത്തരം കിട്ടണം. മുഖ്യമന്ത്രി ചോദ്യം ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല. മുഖ്യമന്ത്രി സ്വന്തമായി, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി സ്വന്തമായി ഒരു തന്ത്രം മെനയും
എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു വിഡിത്തമാണ്. അല്ല ശ്രീ പി. പോലീസ് തോമസ്, ഞാൻ അതാ പറഞ്ഞത്, പോലീസ് ഒരു തന്ത്രം മെനഞ്ഞ് മുഖ്യമന്ത്രിയോട് പറയുവാണ് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നാണെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിക്കാം. ഞാൻ മുഖ്യമന്ത്രിക്ക് തന്ത്രമില്ല എന്നൊന്നും ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ വിവരം കൊടുത്തത്? ആ ചോദ്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും. എന്തുകൊണ്ട് റേഞ്ച് ഐ ജി അറിഞ്ഞില്ല? എന്തിന് എൻ്റെ ഫോണിൽ നിന്ന് സംസാരിക്കുന്നത്? എന്തിന് സിറ്റി പോലീസ് കമ്മീഷണർ അറിഞ്ഞില്ല? എന്നാൽ AC അറിഞ്ഞിരിക്കുന്നു? ഇന്നത്തെ സാഹചര്യത്തിൽ ആര് കോടതിയുടെ മുമ്പിൽ ചെന്നാലും ഒന്നുകിൽ CBI എൻക്വയറി പറയും, അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണത്തിലെങ്കിലും ഒരു അന്വേഷണം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വരുന്നത് ഗവൺമെൻറ്റിന് ക്ഷീണമാണ്, കാര്യങ്ങൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴാണ് പോലീസ് കുറേ കൂടി ആക്റ്റീവായി ഇടപെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടി വിശ്വസിക്കുന്നുണ്ട്. സെൻകുമാർ അന്വേഷണ സംഘ തലവനെ ഉൾപ്പെടുത്താതെ കേസ് ചോദ്യം ചെയ്തത് ശരിയായില്ല എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പും കശ്യപിൻ്റെ ട്രാക്ക് റെക്കോർഡ് പറഞ്ഞു കേൾക്കുന്നത് ശരിയാണെങ്കിൽ ഇതിന് സഹായിച്ചിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ താങ്കൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്, താങ്കൾ പറയുന്നത് റേഞ്ച് IG അറിഞ്ഞില്ല, സിറ്റി പോലീസ് കമ്മീഷണർ അറിഞ്ഞില്ല, DGP വിളിച്ചാണ് ലാല് ഇക്കാര്യം ആദ്യം അറിയിക്കുന്നത്, തൃക്കാക്കര AC ആണ് സംഭവ സ്ഥലത്ത് വരുന്നത്. സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ആഭ്യന്തര വകുപ്പോ വലിയ സമ്മർദ്ദത്തിൽപ്പെടാനുള്ളൊരു സാഹചര്യം എന്താണ്? ഇത്രയും കോളുകളൊക്കെ സൃഷ്ടിച്ച് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബലാത്സംഗം പലരും ചെയ്യപ്പെട്ടിട്ടുണ്ട്, പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടിയെ തൃശ്ശൂരിന് പകുതി വഴിക്ക് മുതൽ എറണാകുളം വരെ തുടർച്ചയായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുക, എന്നിട്ട് ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന കോൾഡ് ബ്ലഡഡ് മർഡർ മോഡലിൽ ഇരിക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. എന്നിട്ട് പിറ്റേ ദിവസം താരസംഘടനകൾ അമ്മയൊക്കെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പിന്നെ ഇവർ ആരെയും പുറത്ത് കണ്ടിട്ടില്ല. അല്ല, ആ സംഘടനയുടെ ഒരു നിലപാട്, ആ സംഘടനയുടെ പ്രതികരണം, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് വളരെ നിർഭാഗ്യകരമായി പോയി എന്നുള്ളൊരു അഭിപ്രായമാണ്. അതിൽ പ്രത്യേകിച്ച് ആ സംഘടനയുടെ പ്രസിഡൻ്റായ ഒരു MP ആണ് അദ്ദേഹം. ആ MP-യും CPM-ൻ്റെ കൊല്ലം MLA മുകേഷും ഗണേഷ് കുമാറും ഒക്കെ മാധ്യമങ്ങൾക്ക് നേരെ ചാടി വീഴുന്നത് കണ്ട വേട്ടപ്പട്ടികൾ ചാടി വീഴുന്നല്ലേ ചാടി വീണേ. അവർ ഉപദ്രവിച്ചെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. നിയമസഭയിൽ ഒരിക്കൽ ഈ ചർച്ച കഴിഞ്ഞ് മുകേഷ് ഇങ്ങനെ വേറൊരു പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞാൻ മുകേഷിനോട് പറഞ്ഞു, മുകേഷേ, കോൺഗ്രസ്സുകാരും UDF-കാരും എത്ര മര്യാദക്കാരാണെന്ന് നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം. വേണമെങ്കിൽ നിങ്ങളുടെ ഡ്രൈവറായിരുന്നു, നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ബഹളം ഉണ്ടാക്കാം, അത് ഞങ്ങളുടെ മാന്യതയല്ല എന്നുള്ളതുകൊണ്ട് ചെയ്യാത്തതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കുന്നു, അങ്ങനെയുള്ള മുകേഷ് എന്തിനാണ് ചാടി വീഴുന്നത്? ഗണേഷ് കുമാർ എന്തിനാണ് ചാടി വീഴുന്നത്? അതിൻ്റെ ഒരു കോൺട്രാഡിക്ഷൻ നോക്കൂ. ഈ ചാടി വീഴുന്നതിന് മുമ്പ് തന്നെ ഈ സംഘടനയുടെ നടപടി തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഗണേഷ് കുമാർ കത്ത് കൊടുത്തു എന്നുള്ളൊരു സാധനം വരുമ്പോൾ ഇതെങ്ങനെ കുട്ടി വായിക്കും? അപ്പം ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ, ദയാബായി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക കേരളത്തിൻ്റെ KSRTC ബസ്സിൽ അവരെ രാത്രിയിൽ എവിടെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞപ്പോൾ കേരള സമൂഹത്തോട് ആരും പറയാതെ മാപ്പ് പറഞ്ഞ ആളാണ്. മമ്മൂട്ടിക്ക് അതിലൊരു ബന്ധമില്ലല്ലോ. എന്നാൽ ഒരു സാമൂഹ്യ പ്രശ്നം എന്ന നിലയിൽ മമ്മൂട്ടി കേരള സമൂഹത്തോട് മാപ്പ് പറഞ്ഞപ്പോൾ എനിക്ക് മമ്മൂട്ടിയെ പറ്റി വലിയൊരു അഭിപ്രായം തോന്നി. അങ്ങനെയുള്ള മമ്മൂട്ടി പോലും ഈ കാര്യത്തിൽ മമ്മൂട്ടി ആക്രോശിച്ചിട്ടൊന്നുമില്ല. പക്ഷേ മൗനം ഇതൊക്കെ കുറ്റകരമാകുന്ന അവസ്ഥയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു ക്രിമിനൽ മാഫിയ സംസ്കാരം അല്ലെങ്കിൽ ആ ഒരു നെക്സസ്, അതാണ് ഇവരെയൊക്കെ സമ്മർദ്ദത്തിലാക്കുന്നത്. എന്നോട് ഗണേഷ് കുമാർ ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നിയമസഭയിൽ ചെല്ലുമ്പോൾ ഗണേഷ് കുമാർ എന്നോട് പറഞ്ഞു, PT, ഈ സിനിമയിലൊക്കെ വലിയ അണ്ടർവേൾഡുകളുണ്ട്, വലിയ കുഴപ്പക്കാരുണ്ട്, അതൊക്കെ എനിക്ക് കുറേ കാര്യം അറിയാം എന്നോട് പറയുണ്ടായി. അത് സത്യമാണെന്ന് പിന്നീട് ഓരോരോ സംഭവങ്ങളും തെളിഞ്ഞു വരുന്നതായിട്ടാണ് ഇപ്പം തോന്നുന്നത്. അല്ല, ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ CPM-ൻ്റെ MP ആയിട്ടുള്ള ഇന്നസെൻ്റ്, CPM-ൻ്റെ ചാനലിന് നേതൃത്വം കൊടുക്കുന്ന മമ്മൂട്ടി, CPM പക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഗണേഷ് കുമാർ, അതുപോലെ തന്നെ CPM-ൻ്റെ MLA ആയി മുകേഷ്, ഇവരെല്ലാം ചേർന്ന് ഈ അന്വേഷണത്തിൽ ഇരയ്ക്കെതിരായി പ്രതിക്ക് അനുകൂലമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും സ്വാധീനിച്ചു, സമ്മർദ്ദം ചെലുത്തിയെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? താരസംഘടനകളോടുള്ള നമ്മുടെ ബഹുമാനം, സ്നേഹം, അടുപ്പം, ഒരു വികാരം, ആ വികാരമൊക്കെ നിലനിൽക്കെ അവരുടെ ഒരു പ്രമുഖയായ സഹപ്രവർത്തക, തെന്നിന്ത്യയിലെ പ്രശസ്ത താരം ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മൗനം തുടർന്നത് എന്ന ചോദ്യത്തിന് അമ്മയോടൊപ്പം നിന്നവരും മറുപടി പറഞ്ഞേ പറ്റൂ കേരള സമൂഹത്തിൽ. ഇതിനുശേഷം വന്നിട്ടുള്ള ഒരു വാദമുഖം എന്ന് പറയുന്നത് ഇത്തരത്തിൽ താരങ്ങൾക്കൊരു സംഘടന ആവശ്യമില്ല, ഇങ്ങനെയാണ് പ്രതികരിക്കാത്ത ഒരു സംഘടന എന്തിനാണ് ആവശ്യമെന്നൊക്കെയുള്ള പിന്നെ ചർച്ചകൾ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ അമ്മ പോലെ ഒരു സംഘടന യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ആവശ്യമുണ്ട്? ഇത്തരത്തിൽ വളരെ വലിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാതിരിക്കുക, നിശബ്ദത പാലിക്കുക, അതും കുറ്റകരമായ മൗനം പാലിക്കുക, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സംഘടന ഇനി ആവശ്യമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അവരുടെ ഭാഗത്തുനിന്ന് കുറേ കൂടി വലിയൊരു മുന്നേറ്റം
ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായിട്ടില്ല.